അധ്യാത്മ രാമായണം ബാലകാണ്ഡത്തിലെ 4ാമത്തെ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇത് തുടർച്ചയായി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട്, രാമായണത്തെ ബേസ് ചെയ്തുള്ള വീഡിയോ തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ പ്ലേലിസ്റ്റിൽ രാമായണത്തിൻ്റെ വീഡിയോകൾ പ്രത്യേകം ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് ഷെയർ ചെയ്യണം എന്നുകൂടി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം ഉമാമഹേശ്വര സംവാദമാണ്. അപ്പം ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് അധ്യാത്മ രാമായണം മുന്നേറുന്നത്. എഴുത്തച്ഛൻ മൂലകൃതിയായി സ്വീകരിച്ചിരിക്കുന്നത് വാത്മീകി രാമായണത്തെ അല്ല, മറിച്ച് സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള അധ്യാത്മ രാമായണത്തെയാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. അതിലും, അതായത് ആ മൂലകൃതിയിലും ഇതേ രചനാ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അതിന് കാരണം ഭക്തകവിയാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛന് ഭക്തിപ്രസ്ഥാനത്തോടുള്ള അടുപ്പം, അത് അഭേദ്യമായ ഒരു ബന്ധമാണ് ഭക്തിപ്രസ്ഥാനവുമായി എഴുത്തച്ഛന് ഉണ്ടായിരുന്നത്. ഭക്തിപ്രസ്ഥാനത്തെ മലയാളത്തിൽ അഥവാ കേരളത്തിൽ മുന്നോട്ട് നയിച്ചത് എഴുത്തച്ഛനാണ് എന്ന് കണക്കാക്കാം. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലൂടെയാണ് ഹിന്ദു സംസ്കാരം ശക്തി പ്രാപിച്ചത്. ശൈവ വൈഷ്ണവ ഭക്തിപ്രസ്ഥാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്നത് പോലെ കേരളത്തിൽ ശക്തി പ്രാപിച്ചില്ല. മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന വൈഷ്ണവ ശൈവ ഭക്തിപ്രസ്ഥാനങ്ങൾ ആദിമകാലത്ത് പരസ്പരം മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചു വന്നു. ഈ മത്സരം നിരർത്ഥകമാണ് എന്ന് ശങ്കരാചാര്യർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ശൈവ വൈഷ്ണവ മത്സരത്തെ അലിയിച്ചു കളയുവാൻ വേണ്ടിയാകണം എഴുത്തച്ഛൻ മൂലകൃതിയായി അധ്യാത്മ രാമായണത്തെ തിരഞ്ഞെടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അധ്യാത്മ രാമായണത്തിൽ ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ്, അതായത് ശിവ പാർവതിമാരുടെ സംവാദത്തിലൂടെയാണ് വൈഷ്ണവ അവതാരമായ ശ്രീരാമചന്ദ്രനെ വർണ്ണിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. പരസ്പര മത്സരത്തിലൂടെയാണ് ആദിമകാലത്ത് ശൈവ വൈഷ്ണവ മതങ്ങൾ പ്രവർത്തിച്ചിരുന്നതെങ്കിലും പിന്നീട് അവർ യോജിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഹരിഹരപുത്രൻ. ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞാൽ ഹരിയുടെയും ഹരൻ്റെയും പുത്രനാണ്, അതായത് മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രൻ. അപ്പം വൈഷ്ണവ ശൈവ സംസ്കാരങ്ങളുടെ സംയോജനമായി വേണമെങ്കിൽ ഹരിഹരപുത്രനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞാൽ ശാസ്താവ്. അപ്പം ഈ ശാസ്താവിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു ഉള്ളു തന്നെ ശൈവ വൈഷ്ണവ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സംയോജനമാണ് എന്ന് പറയാം. ഈ ശൈവ വൈഷ്ണവ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സംയോജനവും പ്രവർത്തനവുമാണ് ഹിന്ദു സംസ്കാരത്തിൻ്റെ അടിത്തറയ്ക്ക് അസ്ഥിവാരമിട്ടത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ ശ്രീപരമേശ്വരൻ കൈലാസത്തിലെ മഹാമേരുവിലാണ് വാണരുളുന്നത്. കൈലാസത്തിൻ്റെ മഹാമേരുവിൽ പരമശിവൻ മാത്രമല്ല, അവിടെ 9 പുരികളാണ് ഉള്ളത്. ഈ 9 പുരികളിൽ 9 ദേവതമാരുടെ ആലയങ്ങളാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് മഹാമേരുവിൻ്റെ മധ്യഭാഗത്ത് മനോവരിയിൽ ബ്രഹ്മാവ് വസിക്കുന്നു. അതിന് നേരെ കിഴക്കാണ് അമരാവതി. അമരാവതിയിൽ ദേവേന്ദ്രനാണ് വസിക്കുന്നത്. തെക്ക് കിഴക്ക് തേജോവതിയിൽ അഗ്നിയാണ്. അപ്പം അതിന് വടക്കോ സംയമതിയിൽ യമൻ. തെക്കു പടിഞ്ഞാറേ മൂലയിൽ കൃഷ്ണാഞ്ജനയിൽ നിര്യതയാണ് താമസിക്കുന്നത്. പടിഞ്ഞാറ് ശ്രദ്ധാവരിയിൽ വരുണൻ.
വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ഗന്ധവതിയിൽ വായു വസിക്കുന്നു. വടക്ക് മഹോദയത്തിൽ കുബേരൻ. വടക്ക് കിഴക്ക് ഭാഗത്തുള്ള യശോവതിയിലാണ് പരമശിവൻ വസിക്കുന്നത്. മാത്രമല്ല ശിവൻ തൃക്കണ്ണനാണ്, അതായത് നെറ്റിയിൽ കണ്ണുള്ളവനാണ്. നെറ്റിയിലെ കണ്ണ് അഗ്നിമയമാണ്. അപ്പോൾ പാർവതിയും ഗംഗയുമാണ് ശിവൻ്റെ പത്നിമാർ. അപ്പം മുനിമാരാലും സിദ്ധന്മാരാലും ദേവാദികളാലും സേവിതനായ ശ്രീ പരമേശ്വരൻ യശോവതിയിലെ രത്നപീഠത്തിൽ ധ്യാനനിഷ്ഠനായി ഇരിക്കുകയാണ്. അപ്പം ആ സമയത്താണ് സുന്ദരിയായ ഹൈമവതി ഭക്തിപൂർവം ചോദിക്കുന്നത്. അപ്പോൾ ഹൈമവതി ആരാണ്? ഹൈമവതി എന്ന് പറഞ്ഞാൽ ഹിമവാന്റെ പുത്രിയാണ്. ഹൈമവതി പാർവതിയാണ്. ശ്രീ പാർവതിക്ക് ഉമ, കാർത്യായനി, ഗൗരി, കാളി, ഹൈമവതി, ഈശ്വരി, ശിവ, ഭവാനി, രുദ്രാണി, സുമംഗല, അപർണ, ദുർഗ, ചണ്ഡിക, അംബിക, ആര്യ, ദാക്ഷായണി, ഭൈരവി എന്നിങ്ങനെ വിവിധങ്ങളായ പര്യായങ്ങൾ ഉണ്ട് എന്ന് അമരകോശം വ്യക്തമാക്കുന്നുണ്ട്. അപ്പം ശ്രീ പാർവതിയുടെ ജനനത്തെപ്പറ്റി പുരാണങ്ങളിൽ പല കഥകളിലും കാണുന്നത് പല രീതിയിലാണ്. അപ്പം പ്രജാപതികളിൽ ഒന്നായ ദക്ഷൻ്റെ പുത്രയായി സതി അവതരിച്ചു. ഈ സതി തന്നെയാണ് ഹിമവാനും മേനകയ്ക്കും പുനരവതാരം ചെയ്ത് ജനിച്ച കാളി. ഇവർക്ക്, അതായത് ഹിമവാനും മേനകയ്ക്കും കാളി മാത്രമല്ല രാഗിണി, കുടില എന്നീ 2 പുത്രിമാർ കൂടി ഉണ്ട്. അപ്പം വളരെ ബാല്യത്തിൽ തന്നെ ഇവർ കഠിനമായി തപസ് അനുഷ്ഠിക്കുകയും കാളി ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ രത്നപീഠത്തിൽ ആസനസ്ഥനായ ശ്രീ പരമേശ്വരനോട് തനിക്ക് ശ്രീരാമതത്വം ഉപദേശിച്ചു തരണം എന്ന് ശ്രീ പാർവതി ആവശ്യപ്പെട്ടു. അത് കേൾക്കുവാൻ എനിക്ക് അതിയായ മോഹമുണ്ട് എന്നും അത് ചൊല്ലിത്തരുവാൻ അങ്ങയേക്കാൾ യോഗ്യൻ മറ്റാരുമില്ല എന്നും ശ്രീ പാർവതി അഭ്യർത്ഥിക്കുന്നു. അത് കേട്ട് വളരെയേറെ സന്തുഷ്ടനായ പരമശിവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു, വത്സേ, നീ ഈശ്വരഭക്തിയുള്ളവളാണ്. അതുകൊണ്ടാണ് ശ്രീരാമതത്വം അറിയണമെന്ന ആഗ്രഹം നിന്നിൽ ഉദിച്ചത്. ശ്രീരാമദേവൻ പരമാനന്ദമൂർത്തിയും സർവജഗത്കാരണഭൂതനുമായ പരബ്രഹ്മമാണ്. അങ്ങനെയുള്ള ശ്രീരാമദേവൻ്റെ തത്വം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം, നീ കേട്ടുകൊള്ളുക. അപ്പം അത് കഴിഞ്ഞ് പരമശിവൻ ശ്രീരാമദേവനെ സ്തുതിക്കുകയാണ്. ഈ സ്തുതികളിൽ കാണുന്ന ഒരു പ്രത്യേകത, സ്തുതി ചെയ്യുന്ന വ്യക്തിയുടെ പര്യായങ്ങൾ അനുരൂപമായി ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ ഒരു ശൈലി. ഇവിടെ ശ്രീരാമൻ പരമാത്മാ എന്ന് തുടങ്ങി തുടർന്നു വരുന്ന 8 വരികളിൽ ശ്രീരാമൻ്റെ പര്യായങ്ങൾ ഉപയോഗിച്ച് കാവ്യത്തെ, രാമായണത്തെ ഭംഗി വരുത്തുന്നു. അങ്ങനെയുള്ള ശ്രീരാമൻ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നവർ ശരിയായ ജ്ഞാനമില്ലാത്തവരാണ് എന്നാണ് കവിയുടെ പക്ഷം. അഥവാ അങ്ങനെ വിചാരിക്കുന്നത് അവരുടെ മനസ്സ് മായയാകുന്ന ഇരുട്ടിനാൽ മൂടപ്പെട്ടതുകൊണ്ടാണ് അവർക്കങ്ങനെ തോന്നുന്നത്. അപ്പം ആ ഇരുട്ടിനെ ഇല്ലാതാക്കുവാനുള്ള മാർഗം എന്താണ്? മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ്, മോക്ഷമാർഗം തേടുക എന്നുള്ളതാണ്. അതിനാൽ സീതാരാമന്മാർ മനുസൂനുവുമായി നടത്തിയ സംവാദം, മനുസൂനു ആരാ? വായുപുത്രനായ ഹനുമാൻ. വായുപുത്രനായ ഹനുമാനാണ് മനുസൂനു. അപ്പം മനുസൂനുമായി നടത്തിയ സംവാദം നിനക്ക് വിവരിച്ചു തരാം എന്ന് അറിയിക്കുന്നു. അപ്പം ഹനുമാൻ ആരാണ്? ഹനുമാൻ ശിവപാർവതിമാരുടെ പുത്രനാണ്. ഹനുമാന് ആഞ്ജനേയൻ എന്നും അറിയപ്പെടുന്നു. അതെന്താണ് ആഞ്ജനേയൻ എന്ന് പറയാൻ കാര്യം?
അതിനും ഒരു കഥയുണ്ട്. ഒരിക്കൽ ശിവപാർവതിമാർ വനാന്തരങ്ങളിൽ വനവൃക്ഷങ്ങളിലും വാനരരൂപികളായി കളിച്ചു നടന്നു. ആ ഘട്ടത്തിൽ പാർവതി ഗർഭവതിയായി. എന്നാൽ ഒരു കുരങ്ങിൻ്റെ രൂപമുള്ള കുട്ടിയെ മകനായി അംഗീകരിക്കുവാൻ പാർവതിക്ക് മനസ്സ് വന്നില്ല. ഈ അപ്രിയം പാർവതി പരമശിവനെ അറിയിക്കുന്നു. ആ ശ്രീ പരമശിവൻ തൻ്റെ യോഗസിദ്ധി കൊണ്ട് പാർവതിയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ വായു ഭഗവാന് കൊടുക്കുന്നു. വായു ഭഗവാൻ ഈ ഗർഭത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഈ ഗർഭം പേറി പല ഭാഗങ്ങളിലും പല ദിക്കുകളിലും സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ കുട്ടി പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ ഈ ഗർഭത്തെ വായു ഭഗവാൻ ആഞ്ജനേയ എന്ന ഒരു വാനര സ്ത്രീയിൽ നിക്ഷേപിച്ചു. അവൾ പ്രസവിച്ചുണ്ടായ കുട്ടിയാണ് ആഞ്ജനേയൻ അഥവാ ഹനുമാൻ. ഓക്കെ, ഹനുമാൻ സൂര്യദേവനിൽ നിന്നും 4 വേദങ്ങളും അസ്ത്രവിദ്യകളും സ്വായത്തമാക്കി. അങ്ങനെ സ്വായത്തമാക്കിയതിന് ശേഷം വിദ്യാഭ്യാസാനന്തരം ഗുരുദക്ഷിണയായി എന്തു വേണം എന്ന് ഹനുമാൻ സൂര്യദേവനോട് ആരായുന്നു. അങ്ങനെ ആരാഞ്ഞപ്പോൾ പഠനത്തിൽ നീ കാണിച്ച ശുഷ്കാന്തി മാത്രം മതി ഗുരുദക്ഷിണയായി എന്ന് സൂര്യദേവൻ അറിയിക്കുകയും ഹനുമാനെ ആശീർവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹനുമാൻ അതുകൊണ്ട് തൃപ്തനാകുന്നില്ല. അപ്പം അത് മനസ്സിലാക്കിയ സൂര്യഭഗവാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. വേറൊന്നുമല്ല, ഭൂമിയിൽ കിഷ്കിന്ധയിൽ ബാലിയുമൊത്ത് വസിക്കുന്ന സുഗ്രീവൻ എൻ്റെ പുത്രനാണ്. മഹാബലവാനായ ബാലിയേക്കാൾ ദുർബലനാണ് സുഗ്രീവൻ. നീ അവൻ്റെ മന്ത്രിയും സന്തത സഹചാരിയുമായി തീരണം എന്ന് സൂര്യഭഗവാൻ ഹനുമാനെ ഉപദേശിക്കുന്നു. അപ്പോൾ ഇനി ശ്രീപരമേശ്വരൻ ശ്രീരാമനും സീതാദേവിയും ഹനുമാനോടുള്ള സംവാദം ശ്രീപരമേശ്വരൻ പറയുന്നു. ആര് തമ്മിലുള്ള സംവാദമാണ്? ശ്രീരാമനും സീതാദേവിയും ഹനുമാനോടുള്ള സംവാദം പറഞ്ഞു തുടങ്ങി. അപ്പം രാവണ നിഗ്രഹത്തിനു ശേഷം ശ്രീരാമ അഭിഷേകവും കഴിഞ്ഞ് വാഴുന്ന കാലത്ത് ഒരിക്കൽ ശ്രീരാമദേവൻ സീതാദേവിയോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. സഹോദരന്മാരും സുഗ്രീവനും വിഭീഷണനും മറ്റ് പൗരപ്രമുഖന്മാരെല്ലാം സമീപത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പം വസിഷ്ഠൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാർ തൊട്ടടുത്തുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ വന്ദിച്ചു നിൽക്കുന്ന ഹനുമാനെ ശ്രീരാമദേവൻ സീതാദേവിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇപ്രകാരം പറയുന്നു: ഇവൻ മനസ്സിൽ അചഞ്ചലമായ ഭക്തിയുള്ളവനാണ്. ഇവൻ പരമജ്ഞാനിയും നിത്യബ്രഹ്മചാരിയുമാണ്. അതിനാൽ തന്നെ ആത്മജ്ഞാനം നേടുവാൻ ഇവൻ അർഹനാണ്. അതിനാൽ നമ്മുടെ തത്വം ഇവന് ഉപദേശിച്ചു കൊടുക്കണം എന്ന് അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, ഉമാമഹേശ്വര സംവാദം ഇത്രയും കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി ഹനുമാന് തത്വോപദേശം കൊടുക്കുന്നതാണ് രാമായണത്തിലെ അടുത്ത ഭാഗം. അത് അടുത്ത ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.